ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് കടലിൽ പോയ വള്ളം മറിഞ്ഞു. ഒരാളെ കാണാനില്ല. ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. വിശദവിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ നമുക്കിപ്പം ചേരുന്നുണ്ട്. രഘു, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരുന്നു കാണാനില്ലാതെ ആയി എന്ന വിവരം ലഭ്യമാകുന്നത്? തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ടോ? രാവിലെ ഈ വള്ളം പൊഴിയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. 7 തൊഴിലാളികളാണ് ആ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേർക്ക് പരിക്കേറ്റു. ആ പരിക്കേറ്റവർ ഉൾപ്പെടെ 6 പേരും നീന്തി രക്ഷപ്പെട്ടു. ഒരാൾ സുദേവൻ എന്നൊരാളെയാണ് കടലിൽ കാണാതായത്. ഈ കരയിൽ നിന്ന് കാണാൻ പറ്റുന്ന ദൂരത്തിൽ തന്നെയാണ് വള്ളം മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ വേഗം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ അതിശക്തമായ തിരയും തെക്കു ഭാഗത്തേക്ക് കടലിൽ നല്ല ഒഴുക്കുമുണ്ട്. ഇപ്പോൾ നിലവിൽ കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. വേണ്ടി വന്നാൽ കൂടുതൽ ബോട്ടുകൾ വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ കോസ്റ്റൽ പോലീസിന്റെ ബോട്ടിൽ തന്നെ ഈ അപകടത്തിൽപ്പെട്ട വള്ളം കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ശരി, രഘുനാഥ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാനില്ല എന്ന വിവരമാണ് നിലവിൽ ലഭ്യമാകുന്നത്. മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട സമയത്താണ് ഈ അപകടം ഉണ്ടായത്. വലിയ തിരമാലകൾ ശക്തമായി ആഞ്ഞടിക്കുന്ന സമയം കൂടിയാണ്. കടൽ പ്രക്ഷുബ്ധമായതായിരിക്കണം അതിന് കാരണം. കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ.